പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന നിലയ്ക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പക്ഷേ പൈതൺ ഡേറ്റാ സയൻസിനെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എഡ്യൂർ ലേണിംഗ് നിങ്ങൾക്കായിട്ട് കംപ്ലീറ്റ് പൈതൺ ഡേറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കൊണ്ടുവന്നിട്ടുള്ളത്. എൻ്റെ പേര് സാഹിർ, എഡ്യൂർ ലേണിംഗിൻ്റെ ഫൗണ്ടറാണ്. എഡ്യൂറിൻ്റെ ഉദ്ദേശം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നുള്ള IT കരിയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ, വെൽക്കം ടു ദി വീഡിയോ ഓഫ് എഡ്യൂർ ലേണിംഗ്. ഇത് ഡേറ്റാ സയൻസ് സീരീസിലെ 3ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് കംപ്ലീറ്റ് പൈതൺ ട്യൂട്ടോറിയലും ഡേറ്റ അനാലിസിസ് ട്യൂട്ടോറിയലും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. മെഷീൻ ലേണിംഗ് പേര് പോലെ തന്നെ മെഷീനെ പഠിപ്പിക്കുക. ഡേറ്റ കൊടുത്തിട്ട് ഒരു പ്രീ ഡിഫൈൻഡ് കൺസ്ട്രെയിനുള്ളിൽ വെച്ചിട്ട് പാറ്റേൺസ് മെഷീനെ കൊണ്ട് ഡിഫൈൻ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഈ ട്യൂട്ടോറിയൽ നമുക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എഡ്യൂർ ലേണിംഗിലെ സീനിയർ ഡേറ്റാ സയൻറ്റിസ്റ്റ് മിസ്റ്റർ ശരവണനാണ്. ശരവണൻ ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡേറ്റയോടുള്ള പാഷൻ കാരണം ഡേറ്റാ സയൻറ്റിസ്റ്റ് ആയ വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ഈ ട്യൂട്ടോറിയൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആർക്കൊക്കെ ഈ ട്യൂട്ടോറിയൽ പഠിക്കാം, എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ശരവണനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ശരവണനെ പലർക്കും ഇതിൽ അറിയത്തില്ലായിരിക്കും. എൻ്റെ പേര് ശരവണൻ എന്നാണ്. ബാക്കിയുള്ള നിങ്ങൾ കണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ വീഡിയോസ്, ട്യൂട്ടോറിയൽ വീഡിയോസിൽ നിന്ന് എനിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്ക് കമ്പ്യൂട്ടർ ബേസിക്സ് അറിഞ്ഞൂടാതെ വന്നിട്ട് ലേറ്റസ്റ്റ് സ്റ്റേജിൽ കമ്പ്യൂട്ടർ പഠിച്ചെടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് കുറച്ചുകൂടെ ഐ ഹാവ് ലോട്ട് ഓഫ് ഹർഡിൽസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്നും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്സും എറേഴ്സും ഒക്കെ എനിക്ക് മനസ്സിലാവുകയും അതുപോലെയാണ് ട്യൂട്ടോറിയൽസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സാറ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബേസും ഇല്ലാത്ത ആൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ട്യൂട്ടോറിയൽ മാക്സിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് എന്ത് ഒപ്പീനിയനും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും തരാം. 24/7 ശരവണ്ണും ടീമും എപ്പോഴും റെഡിയായിരിക്കും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു. നമ്മൾ നോക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്താണെന്നാണ്. ഓക്കെ, എന്താണ് മെഷീൻ ലേണിംഗ്? നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് എവിടെ വരുന്ന ടോപ്പിക്കാണ്, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള മെഷീൻ ലേണിംഗ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് മെഷീൻ ലേണിംഗ് എവിടെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ഇതുവരെ ജനറലി കേൾക്കുന്ന ഒരു ടേമാണ് എന്ത്? AI അല്ലേ? എ എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എയ്ക്കകത്ത് വരുന്ന ഒരു സബ് ഡൊമൈനാണ് എന്തെന്ന് പറയുന്നത്? മെഷീൻ ലേണിംഗ്. ഇതാണ് മെഷീൻ ലേണിംഗ്. ML എന്ന് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് പറയാം. മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിന്റെ തന്നെ സബ് ഡൊമൈനാണ് എന്തെന്ന് പറയുന്നത്? ഡീപ്പ് ലേണിംഗ്. DL എന്ന് നമുക്ക് പറയുന്ന ഡീപ്പ് ലേണിംഗ്. ഇതിനൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡേറ്റ സയൻസ്. ഓക്കെ, നമ്മൾ ഡേറ്റ കൊണ്ട് നമ്മൾ ഡേറ്റയുടെ ആപ്ലിക്കേഷൻ, ഡേറ്റ സയൻസിന്റെ ആപ്ലിക്കേഷനാണ് എ എന്ന് പറയുന്നത്. എ വെച്ചിട്ട് നമ്മൾ എയ്ക്കകത്തുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഡേറ്റ സയൻസ് എന്താണ്, എ എന്താണ്, മെഷീൻ ലേണിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വിചാരിക്കും. മെഷീൻ ലേണിംഗ് എങ്ങനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഗ്രാമിംഗ് ആൻഡ് മെഷീൻ ലേണിംഗ്? ഇവിടെ വരുന്ന ഓട്ടോ കറക്റ്റ് പോലും നമ്മുടെ ഒരു മെഷീൻ ലേണിംഗ് പോലെ, പ്രോഗ്രാമിംഗ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഡിഫറൻസ്? നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പ്രോഗ്രാമിംഗിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് പ്രോഗ്രാം, ഇപ്പൊ ഇതൊരു പ്രോഗ്രാം ആണെന്ന് വെക്കുക. ഓക്കെ, ഇതൊരു പ്രോഗ്രാം ആണെന്ന് വെക്കുക. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത്, ഇതിനകത്തോട്ട് ഇൻപുട്ട് ആയിട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഡേറ്റ കൊടുക്കും അല്ലേ? ഇതിനകത്ത് എന്താ കൊടുക്കുന്നത്? ഡേറ്റ കൊടുക്കും. അല്ലാതെ അതിനെ ഇൻപുട്ട് എന്ന് നമ്മൾ വിളിക്കും അല്ലേ? ഇൻപുട്ട് കൊടുക്കും. ഇതിനകത്ത് റൂളും കൊടുക്കും. ഓക്കെ, എന്ത് കൊടുക്കും? ഒരു റൂളും കൂടെ കൊടുക്കും. ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല. ഒരു എക്സാമ്പിൾ വെച്ച് പറയാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഔട്ട്പുട്ടാണ് അല്ലേ? ഇതാണ് നമ്മൾ ബേസിക്കലി ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഈ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഞാൻ 2,3 എന്ന് പറയുന്ന 2 നമ്പറാണ് ഇവിടെ കൊടുത്തത്.
ഓക്കെ, ഇൻപുട്ടിന്റെ റൂളിന്റെ അവിടെ ഞാൻ പ്ലസ് എന്ന് പറയുന്ന ഒരു റൂളാണ് ഞാൻ കൊടുത്തത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 5 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. There will be a set of data and there will be a set of rules and it will be combined to give us an output. ഓക്കെ, ഇനി മെഷീൻ ലേണിംഗ് വരുമ്പോൾ എന്താണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. മെഷീൻ ലേണിംഗ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യാണ് മെഷീൻ ലേണിംഗിലോട്ട്. ഓക്കെ, ML-ലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. മെഷീൻ ലേണിംഗിലോട്ട് വരുമ്പോൾ എന്ത് ഡിഫറൻസ് ആണ് നമുക്ക് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഔട്ട്പുട്ടും ഇൻപുട്ടുമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, മെഷീൻ ലേണിംഗിനകത്തോട്ട് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റൂൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ചെറിയൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും എന്താണ് പ്രോഗ്രാമിംഗ് മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇനി മെഷീൻ ലേണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി മെഷീന് പഠിക്കാനുള്ള എബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. ഓക്കെ, മെഷീനെ പഠിപ്പിക്കുകയല്ല. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ മെഷീനെ പഠിപ്പിക്കുക എന്നുള്ള തെറ്റിദ്ധാരണയിലോട്ട് പോകരുത്. മെഷീനെ പഠിക്കാനുള്ള ഒരു എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഷീൻ ലേണിംഗിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ 2ഉം 3ഉം കൊടുത്തു, എന്നിട്ട് എനിക്ക് 5 ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് കിട്ടിയത് നീ പഠിച്ചിട്ട് പറ, ഇതാണ് നമ്മൾ ചോദിക്കുന്ന കാര്യം. അപ്പൊ മെഷീൻ നമുക്ക് പറഞ്ഞത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇതേ കാര്യം നമുക്കൊരു എക്സാമ്പിൾ, മെഷീൻ ലേണിംഗിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമുക്കൊരു ഡേറ്റ നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഡേറ്റ സ്റ്റഡി ടൈം, സ്റ്റഡി ടൈമും മാർക്സ്. ഓക്കെ, 0 അവർ പഠിച്ച ഒരാൾക്ക് എത്ര മാർക്ക് കിട്ടും? 0 മാർക്ക് കിട്ടുള്ളൂ അല്ലേ, കാരണം ഞാൻ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 2 അവർ പഠിച്ച ഒരാൾക്ക് മേ ബി ഒരു 20 മാർക്ക് കിട്ടുമായിരിക്കാം. ഓക്കെ, 3 അവർ പഠിച്ച ആൾക്ക് 30 മാർക്ക് കിട്ടിയെന്ന് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ 4 അവർ പഠിച്ച ആൾക്ക് 40 മാർക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അറിയത്തില്ല 5 അവർ പഠിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തുകൂടി? ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങളിലെ റിലേഷൻഷിപ്പില്ല, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ റിലേഷൻഷിപ്പ് വരുന്നത്? ഇതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതിനെ വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് എക്സും ഇത് വൈയും ആണ് എങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു ജനറൽ ഫോർമുല അപ്പിയർ ചെയ്യും. എന്താ ചെയ്തേക്കുന്നത്? എക്സിനെ എന്താ ചെയ്തേക്കുന്നത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാർക്ക് കിട്ടും. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റഡി ടൈമാണ്. സ്റ്റഡി ടൈമിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും. ഈ ഒരു റൂളിനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്ന ഡേറ്റ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇതാണ്. നമ്മുടെ മെഷീൻ ലേണിംഗിൽ അവർ കണ്ടുപിടിച്ച് നമുക്ക് തരാൻ പോകുന്ന പരിപാടി ഇതാണ്. ഈ ഒരു എന്താ പറയുക, റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനത്തെ ഡേറ്റയിൽ തമ്മിലുള്ള ഡേറ്റ പോയിന്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് തമ്മിലുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ നമ്മുടെ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് നമുക്ക് കണ്ടെത്തി തരും. അതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി മെഷീൻ എന്താ ചെയ്യുന്നത്? ഈ ഡേറ്റയിൽ നിന്നും പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിനെ പഠിച്ചെടുക്കുകയാണ് ഡേറ്റ ചെയ്യുന്നത്, മെഷീൻ ലേണിംഗ് ചെയ്യുന്നത് അല്ലേ. ഇതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. മെഷീൻ ലേണിംഗ് Machine learning is a process of providing a machine with ability to learn. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെഷീൻ ലേണിംഗിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. മെഷീനെ ലേണിംഗ്
പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. മെഷീനെ ലേൺ ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, ഇതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഷീൻ ലേണിംഗ് പല തരത്തിലുണ്ട്. പല തരത്തിൽ നമുക്ക് മെഷീനെ നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അതിലൊന്നെന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുറച്ച് ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റ കാണും. ഫോർ എക്സാമ്പിൾ ഇത് സ്ക്വയർ ആണ്. ഓക്കെ, ഇത് സ്ക്വയർ ആണ്. ഇതുപോലെ തന്നെ കുറച്ച് ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കാണും. അതിനോടൊപ്പം തന്നെ സർക്കിൾ ഉണ്ട് നമുക്ക്. ഇത് സർക്കിളാണ്. കുറച്ച് സർക്കിൾസും കുറച്ച് സ്ക്വയേഴ്സും നമ്മുടെ കയ്യിലുണ്ടെന്ന് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മെഷീനിലോട്ട് ഫീഡ് ചെയ്യും. ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട് ഡേറ്റ. ഓക്കെ, ആൽഗോരിതത്തിലോട്ട് നമ്മൾ ഇത് ഫീഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആൽഗോരിതത്തിനോട്ട് ചോദിക്കും. ഇതിനെ നമ്മൾ ആൽഗോരിതത്തിലോട്ട് ഫീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗോരിതത്തിൽ ഫീഡ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ആൽഗോരിതത്തിനോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ്, ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്വയർ ആണോ സർക്കിൾ ആണോ എന്ന് ചോദിക്കും. സോ ഇവിടെ നമുക്ക് രണ്ട് ലേബലുകളുണ്ട്. എന്തൊക്കെയാണ് ലേബലുകൾ? സ്ക്വയറും സർക്കിൾ അല്ലേ? ഇത് പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡല്. ഇത് രണ്ടും പഠിച്ചു വെച്ചിട്ടുണ്ട്. സ്ക്വയർ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ആൾക്കറിയാം, സർക്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും ആൾക്കറിയാം അല്ലേ? ഇങ്ങനെ രണ്ടും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു മെഷീൻ ലേണിംഗ് മോഡലിനോട് നമ്മൾ ചോദിക്കുകയാണ്, മോനെ ഇങ്ങനെ ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്താ സാധനം ചോദിക്കുകയാണ്. അപ്പൊ മെഷീൻ ലേണിംഗ് നമുക്ക് ഔട്ട്പുട്ട് തരും അല്ലേ? ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ആണ് എന്ന് ഔട്ട്പുട്ട് തരും. കാരണം എങ്ങനെയാ മെഷീൻ ലേണിംഗ് മോഡലിന് മനസ്സിലാവുന്ന, ആൽഗോരിതത്തിന് മനസ്സിലാവുന്നത് എങ്ങനെയാ? ഇവിടെ ഓൾറെഡി ലേബൽ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് ട്രെയിനിങ് യൂസിങ് ലേബൽഡ് ഡയഗ്രാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മൾ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിന്റെ പ്രത്യേകത എന്താണ്? ട്രെയിനിങ് യൂസിങ് ലേബൽഡ് ഡയഗ്രാം ആണ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് ലേബൽ ഉണ്ടാവും. ആ ലേബലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. ഓക്കെ, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമുക്ക് ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇതേ എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് യൂസിങ് അൺലേബിൾഡ് ഡേറ്റ ആയിരിക്കും. അൺലേബിൾഡ് ഡേറ്റ വെച്ചിട്ടായിരിക്കും. ഡയഗ്രാം അല്ല, ഡേറ്റ. ഡയഗ്രാം അല്ല, ഡേറ്റ. ഓക്കെ, അപ്പോൾ അൺലേബിൾഡ് ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഡേറ്റയ്ക്ക് ലേബൽ ഒന്നും കാണത്തില്ല. ഇൻപുട്ട് ഡേറ്റ വിൽ ബി ലൈക്ക് ദിസ്. മെഷീൻ ലേണിംഗ് ആൽഗോരിതം എന്ത് ചെയ്യും? ഈ രണ്ട് ഡേറ്റ ടൈപ്സിനെയും നന്നായിട്ട് പഠിക്കുകയും ഇങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലേബിൾഡ് ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും. അതുപോലെ ഒരു സർക്കിളിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു സർക്കിളാണ് കിട്ടുന്നതെങ്കിൽ
അതിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പുതിയൊരു സർക്കിളാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിനെ സിമിലാരിറ്റി ബേസിൽ ഏതിനോടാണോ അടുപ്പം കൂടുതൽ അവിടെ കൊണ്ടുവയ്ക്കും. അതേസമയം ഒരു സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് എവിടെയാണോ സിമിലാരിറ്റി ഉള്ളത് അത് അങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സിമിലാരിറ്റി ബേസിസിൽ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് എന്ത് പറ്റും? നമ്മുടെ അൺലേബിൾഡ് ഡേറ്റ, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അങ്ങനെയാണ് ചെയ്യുന്നത്. സിമിലാരിറ്റി ബേസിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്തിനോടാണ് സാദൃശ്യം കൂടുതൽ അതിനോടാക്കി വയ്ക്കുക. സർക്കിളാണോ സ്ക്വയർ ആണോ എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഏതിനാണോ സിമിലാരിറ്റി ഉള്ളത് സിമിലാരിറ്റി ബേസിലാണ് നമ്മളത് വർക്ക് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്. ഇതാണ് രണ്ട് തരത്തിലുള്ള കാര്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള രണ്ട് തരത്തിലുള്ള മെഷീൻ ലേണിംഗ് എന്തൊക്കെയാണ്? സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ആണ്. ഇനി സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ തന്നെ നമുക്ക് പിന്നെ നോക്കാനുള്ളത് പല തരത്തിലുള്ള സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇനി വൺ ഓഫ് ദ ടൈപ്പ് അനദർ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ആണ് നമുക്ക് വരുന്നത് റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ്. റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മെഷീൻ അൽഗോരിതം ഒരു കാര്യം നമ്മൾ കൊടുക്കുകയാണ്, ഒരു ടാസ്ക് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ആ ടാസ്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിന് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഓക്കെ, നമ്മളൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അല്ല, അത് തെറ്റാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ഓക്കെ, ഇത് നമ്മൾ പട്ടിക്കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പട്ടിക്കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ സിറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് പറയുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കത്തില്ല, അല്ലേ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ പിള്ളേരെ നമ്മൾ പണിഷ് ചെയ്യാറുണ്ട്, ചെറിയ രീതിക്ക് പണിഷ് ചെയ്യാറുണ്ട്, അല്ലേ? എങ്ങനെയൊക്കെയാണ് പണിഷ് ചെയ്യുന്നത്? നമ്മൾ ചെറിയ വീട്ടിൽ ചോദിച്ചു കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പോയിട്ട് ടൈം ഔട്ട് അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യണമെന്ന് പറയാൻ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെഷീനെ നമുക്ക് അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. 3 തരത്തിലുള്ള മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ഓരോ ആൽഗോരിതത്തിനും സബ് ടൈപ്സ് അല്ലെങ്കിൽ ഓരോ ആൽഗോരിതത്തിനും യൂസും അതിന്റെ യൂസ് കേസസും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിൽ നമുക്ക് മെയിൻലി വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷനും ക്ലാസിഫിക്കേഷനുമാണ്. റിഗ്രഷനും ക്ലാസിഫിക്കേഷൻ. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിന്യൂസ് നമ്പേഴ്സിന്റെ പ്രെഡിക്ഷൻ, അതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഡേറ്റ പോയിന്റ് എടുക്കുക, ഒരു എക്സും ഒരു വൈയും ഉള്ള ഒരു ഡേറ്റ. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരാളുടെ വെയിറ്റ് നമുക്ക് എക്സ് ആക്സിസ് ഇടാം, ഇവിടെ നമുക്ക് ഹൈറ്റ്. ഇങ്ങനെ നമുക്കൊരു ഡേറ്റ നമുക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പോൾ ഡേറ്റ ഇടുമ്പോഴേക്കും വെയിറ്റ് കുറഞ്ഞ ആൾക്ക് എന്തായിരിക്കും? ഹൈറ്റ് കുറവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചാൻസ്. അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞിട്ട് ഹൈറ്റ് കൂടിയ ആൾക്കാരും ഉണ്ടാവും, അല്ലേ? അങ്ങനെയും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും ഔട്ട്ലയറാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടാവാം? വെയിറ്റ് കൂടിയിട്ട് ഹൈറ്റ് കുറവുള്ള ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ള മെജോറിറ്റി ആൾക്കാർ എന്തായിരിക്കും? വെയിറ്റ് കൂടുമ്പോൾ ഹൈറ്റ് കൂടുന്ന അല്ലെങ്കിൽ ഹൈറ്റ് കൂടുമ്പോൾ വെയിറ്റ് കൂടുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി ആയിട്ടുള്ള ഡേറ്റ പോയിന്റ്സും വരുന്നത്, അല്ലേ? അപ്പൊ അങ്ങനത്തെ ഡേറ്റ പോയിന്റ്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു കോറിലേറ്റഡ് ഡേറ്റ എന്ന് പറയും. എന്തെന്ന് പറയും? കോറിലേറ്റഡ് ഡേറ്റ. കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ when one variable changes another one will also change. ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറൊരു വേരിയബിളും ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ കോറിലേഷനെ മെഷർ ചെയ്യുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ്.
ഓക്കെ, കോറിലേഷൻ കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷനെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഡേറ്റയെ നമുക്കൊരു ലൈനിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ലൈനിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡേറ്റയോട് അടുപ്പം പാലിച്ച് കിടക്കുന്ന രീതിക്ക് ഒരു വര വരയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഈ ബ്ലൂ കളർ ഡോട്ടഡ് ലൈനാണ് ആ ലൈനിൽ വെക്കുക. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് ഓക്കെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാളുടെ ഹൈറ്റ് എത്രയായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതിയാവും, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഈ ഹൈറ്റ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡേറ്റാ പോയിന്റിൽ ഇതായിരിക്കും ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിനെ കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല തരത്തിലുള്ള ഡേറ്റ ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടിന്യൂസ് നമ്പറാണ് ഡീൽ ചെയ്യുന്നത്. വെയിറ്റും ഹൈറ്റും എങ്ങനെയാണ്, വെയിറ്റ് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും, 125.6 അല്ലെങ്കിൽ 72.8 എന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഹൈറ്റും അതുപോലെ എങ്ങനെയായിരിക്കും കിട്ടുന്നത്, 162.56 ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഈ തരത്തിലുള്ള ഡേറ്റയെ നമ്മൾ എന്താണ് പറയുന്നത്, കണ്ടിന്യൂസ് ഡേറ്റ, കണ്ടിന്യൂസ് വേരിയബിൾസ്. ഇതൊരു സബ് ടൈപ്പ് ഓഫ് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ആണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിളിന്റെ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്ന സബ് ടൈപ്പിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിഗ്രഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ പ്രെഡിക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിഗ്രഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ഇനി റിഗ്രഷൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്താണ് റിഗ്രഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്നാണ്. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഇതുപോലെ നമ്മളൊരു ഗ്രാഫ് തന്നെ വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുക. ഈ ഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, വെയിറ്റും ഓക്കെ. ഇവിടെ ഒബീസിറ്റി എന്ന് വെച്ചാൽ എന്താ, അമിതമാണ്. ഒബീസ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ വെയിറ്റ് കൂടുന്തോറും അയാൾ ഒബീസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വെയിറ്റ് ഇവിടെ വരുന്നതൊന്നും ഒബീസ് ആയിരിക്കില്ല, ഇവിടെ വരുന്നതൊക്കെ ഒബീസ് ആവാനാണ് സാധ്യത അല്ലേ. വെയിറ്റ് കൂടുന്തോറും ആൾ ഒബീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വെയിറ്റ് കൂടിയിട്ട് ഒബീസ് അല്ലാത്ത ആൾക്കാരും ഇവിടെ ഉണ്ടാവാം. അതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ട് ഒബീസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവാം. അങ്ങനെ ഔട്ട്ലയേഴ്സ് ഉണ്ട്. ഡേറ്റ എല്ലാ തരത്തിലുള്ള ഡേറ്റയും ഉണ്ട്. ഇങ്ങനെ വരുന്ന ഡേറ്റയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഔട്ട്ലയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൂട്ടത്തിൽ കൂടാത്ത റെയർ ആയിട്ടുള്ള ഇവന്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഔട്ട്ലയേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്കൊരു സെപ്പറേഷൻ കാണാം അല്ലേ. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു സെപ്പറേഷൻ കാണാം. ഈ സെപ്പറേഷനെയാണ് നമ്മളൊരു ബോർഡർ പോലെ വരയ്ക്കുകയാണ്, ഒരു ബൗണ്ടറി വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി ഇവിടെ വരുന്ന ഡേറ്റാ പോയിന്റ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരുന്നവരെല്ലാം നമുക്ക് നോട്ട് ഒബീസ് എന്നും ഇവിടെ വരുന്നവരെയൊക്കെ നമുക്ക് ഒബീസ് എന്നും ക്ലാസിഫൈ ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പോൾ നാളെ നമ്മളിവിടെ ഇത്രയും വെയിറ്റുള്ള ഒരാളെ കിട്ടുകയാണെന്ന് വയ്ക്കുക. ഓക്കെ, അയാൾ കൃത്യമായിട്ടും നമുക്ക് എവിടെയോട്ട് വരും, ഈ ക്ലാസിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും അയാൾ ഒബീസ് ആവാനാണ് ചാൻസ് കൂടുതൽ.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓൾറെഡി എന്തുണ്ടാവും, ലേബിൾസ് ഉണ്ടാവും. ഇവിടുത്തെ ലേബിൾസ് എന്തൊക്കെയാണ്, ഒബീസും നോട്ട് ഒബീസുമാണ് ക്ലാസിഫിക്കേഷനിലുള്ള ലേബിൾസ്. അപ്പോൾ ഇവിടെ ഇതിലെ ലേബിൾസ് ഇവിടുത്താണ്. നമ്മൾ നേരത്തെ വരുന്ന ഇതിനകത്തുള്ള ലേബൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ലേബൽ ഡയഗ്രാം ഹൈറ്റും വെയിറ്റും അറിയാവുന്ന ആൾക്കാർ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലേബൽ എന്ന് ഹൈറ്റിന്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലേബൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ ലേബൽ എന്ന് പറയുന്നത് ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലേബിൾഡ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ലേബിൾഡ് ആയിട്ടുള്ള 2 ക്ലാസസ് ഉണ്ട്. ആ 2 ക്ലാസ്സിലേക്കും നമ്മൾ വരുന്ന ഡേറ്റയെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ഇതിൽ ഓരോന്നിനും ഓരോ ആൽഗോരിതംസ് നമുക്കുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. ക്ലാസിഫിക്കേഷനിൽ ഇത്രയും നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിനകത്ത് വരുന്നതെന്ന് പറയുന്നത്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്ന പരിപാടി ക്ലസ്റ്ററിംഗ് എന്ന് പറയും. എന്താണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയും? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ കുറേ സർക്കിൾസും സ്ക്വയർസും ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് ലേബലൊന്നുമില്ല. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾക്ക് ലേബലൊന്നുമില്ല. ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡേറ്റ. ഇതിനകത്ത് ലേബലൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഒന്നും സർക്കിളാണോ സ്ക്വയർ ആണോ എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങനെ മിക്സ് ആയിട്ട് കിടക്കുന്ന ഒരു ഡേറ്റയെ നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ആൽഗോരിതത്തിന് കൊടുക്കുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യും? ഇതിന്റെ പാറ്റേൺസിനെ പഠിക്കും. ഇവര് ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ ആൽഗോരിതം കൃത്യമായിട്ട് ഇവരെ ക്ലാസിഫൈ എന്ത് വെച്ചിട്ട്, സിമിലാരിറ്റി വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞതിനാണ് ഒന്നുകൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, കണ്ടോ, സർക്കിൾ വരുമ്പോഴത്തേക്കും ഈ സർക്കിളിനെ എല്ലാം പറക്കിയിട്ട് ഒരിടത്ത് കൊണ്ടുവെക്കും. ഓക്കെ, കാരണം സിമിലാരിറ്റിയാണ്. ഓക്കെ, അതുപോലെ സ്ക്വയർ വരുമ്പോഴത്തേക്കും സ്ക്വയറിലെല്ലാം കൂടെ അതുപോലെ മാറ്റിയിട്ട് വേറൊരിടത്ത് കൊണ്ടുവെക്കും സിമിലാരിറ്റി ബേസിസിൽ. പക്ഷേ മെഷീനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഏതാ സ്ക്വയർ ഏതാ സർക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഷീൻ അറിയത്തില്ല. ഇവിടെ ക്ലസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ലേബൽസ് ഇല്ല. ഓക്കെ, നോ ലേബൽസ്. സിമിലാരിറ്റി ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ലേബൽ ഇല്ലാതെ സിമിലാരിറ്റി ബേസിസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു യൂസ് കേസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ ഞാൻ ഒരാളുടെ ഇൻകം ആണ് എടുക്കുന്നത്. വൈ ആക്സിസിൽ അയാളുടെ എക്സ്പെൻസ്. ഓക്കെ, ഇൻകം എക്സ്പെൻസും ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഡേറ്റ പോയിന്റ് ഇതിനകത്ത് ഒരാളുടെ ഡേറ്റ കിട്ടി. അയാൾ ഇൻകം വളരെ കുറവും വളരെ കുറച്ച് എക്സ്പെൻസ് ഉള്ള ഒരാളാണ്, നമ്മളെല്ലാവരെയും പോലെ. അതുപോലെ തന്നെ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവുള്ള ഒരാൾക്കും ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻകം കുറവും എക്സ്പെൻസ് കുറവും ഇൻകം വളരെ കൂടുതലായിട്ടുള്ള ആളുകളും ഉണ്ടാവും. അതുപോലെ പല രീതിക്കുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാം അല്ലേ. ഇങ്ങനെ പല രീതിക്കും നമുക്ക് ഡേറ്റ പോയിന്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, ഇതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ ഒരു ഇമാജിനറി ലൈനും ഇവിടെ ഒരു ഇമാജിനറി ലൈനും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 4 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടെത്താം. എന്തൊക്കെയാണ്? ഹൈ, ലോ ഇൻകം, ലോ എക്സ്പെൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഹൈ എക്സ്പെൻസ്, ലോ ഇൻകം, വരുമാനത്തെക്കാൾ ചെലവുള്ള ആൾക്കാർ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ രണ്ടും ഹൈ ആയിരിക്കും. ഹൈ എക്സ്പെൻസ്, ഹൈ ഇൻകം. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്കും ഹൈ ഇൻകം, ലോ എക്സ്പെൻസ്. ഇങ്ങനെ നമുക്ക് എന്തായിട്ട് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതിൽ ബേസിക്കലി ഈ ലേബലിലുള്ള ആളെയല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയതിന് ശേഷം അവരെ ലേബൽഡ് ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയാണ് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗിലെ ക്ലസ്റ്ററിംഗ്. ഇതിനെ നമ്മൾ പറയുന്ന പരിപാടിയാണ് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററിംഗ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്ററിംഗ് ചെയ്യാനായിട്ട് നമുക്ക് അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതുവരെ നമ്മുടെ മെഷീൻ ലേണിംഗ് എന്താണ്, മെഷീൻ ലേണിംഗിന്റെ ടൈപ്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഓരോ ടൈപ്പ് മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി മെഷീൻ ലേണിംഗിന്റെ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഡേറ്റ കളക്ഷൻ ആണ്. എന്ത് ഡേറ്റയാണ് വേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ പേഷ്യൻ്റ് സാമ്പിളാണോ, അല്ലെങ്കിൽ സർവേ വഴിയാണോ നമ്മൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാ ബേസുകളിൽ ചെന്നിട്ട് ഡേറ്റ വെബ് സ്ക്രൈപ്പ് ചെയ്താണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റ മൈൻ ചെയ്താണോ എടുക്കുന്നത്? ഇങ്ങനെ പല രീതിക്ക് നമുക്ക് ഡേറ്റ കളക്ഷൻ ചെയ്യാം. കിട്ടിയ ഡേറ്റ ക്ലീൻ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ ക്ലീനിങ് ചെയ്യേണ്ടി വരും. ഡേറ്റ ക്ലീനിങ് എന്ന് പറയുമ്പോൾ അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡേറ്റ ക്ലീനിങ്ങിൽ വരും. ഇനി നമ്മൾ പ്രീ പ്രോസസ്സിങ്ങിൽ വരുന്ന വേറൊരു പരിപാടിയാണ് കാറ്റഗോറിക്കൽ ഡേറ്റ എൻകോഡിങ്. എന്താണ് കാറ്റഗോറിക്കൽ ഡേറ്റ എൻകോഡിങ്? ഓക്കെ, കാറ്റഗോറിക്കൽ ഡേറ്റ എൻകോഡിങ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് ഡേറ്റ ന്യൂമറിക്കൽ അല്ലാതെ നമ്പേഴ്സിനെ മാത്രമേ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് പ്രോസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ, നമ്പേഴ്സ് അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാറ്റഗോറിക്കൽ ഡേറ്റ എൻകോഡ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് എന്ത് പറ്റും? ഇപ്പോൾ ഗുഡ് എന്ന് പറയുന്ന ഒരു ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ള ഒരു ഡേറ്റ നമുക്ക് കൺവേർട്ട് ചെയ്ത് എന്താക്കാം? 0 അല്ലെങ്കിൽ 1,0 എന്നുള്ള ബൈനറിയിലോട്ട് ആക്കാനായിട്ട്, നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ബേസിക്കലി കാറ്റഗോറിക്കൽ ഡേറ്റ എൻകോഡിങ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഡേറ്റയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഹിഡൻ പാറ്റേൺസ്, ഓക്കെ, കോറിലേഷൻ ഉള്ള ഡേറ്റ, ഓക്കെ, ഹിഡൻ പാറ്റേൺസും കോറിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് ഒക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും? എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. നമ്മൾ എവിടെയാണ് ഗ്രാഫ് ഒക്കെ വരച്ച് നോക്കുന്നത്, ഏത് ഡേറ്റ കൂടുമ്പോൾ അല്ലെങ്കിൽ ഏത് ഫീച്ചർ കൂടുമ്പോൾ ഏത് ഫീച്ചർ കുറയുന്നു, എന്തൊക്കെയാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, എന്തൊക്കെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇവിടെയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി വരും. അത് എന്തായാലും റീസെന്റ് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലോട്ട് പോവാം. ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യുന്നത് ഫീച്ചർ സെലക്ഷനും ഫീച്ചർ
സ്കെയിലിംഗ്. ഓക്കെ, ഫീച്ചർ സെലക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഫീച്ചറുണ്ട്. ഒരു ഡേറ്റാ സെറ്റ് നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ മാർക്കിൻ്റെ ഒരു ഡേറ്റാ സെറ്റ് നമ്മൾ എടുക്കുകയാണെന്ന് വെക്കുക. നമ്മളിപ്പോൾ ഒരു പാസ്സാവും, എക്സാമിന് പാസ്സാവുമോ ഫെയിൽ ആവുമോ എന്നുള്ള ഒരു ഡേറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പാസ് ഓർ ഫെയിൽ എന്നാണ് നമ്മുടെ ഈ കോളം എന്ന് വെക്കുക. പാസ് ഓർ ഫെയിൽ എന്നാണ് ഈ കോളം എന്ന് വെക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറെ കോളംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, സ്റ്റഡി അവേഴ്സ്. ഓക്കെ, സ്റ്റഡി അവേഴ്സ്. സ്റ്റഡി അവേഴ്സ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ഫീച്ചർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റ് ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റ് ചില പ്ലേ ടൈം. ഓക്കെ, സ്റ്റഡി അവേഴ്സ്, പ്ലേ ടൈം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹോബീസ്. ഓക്കെ, ഹോബീസ്, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്. സ്റ്റഡി അവേഴ്സും പ്ലേ ടൈമുമാണ്. സ്റ്റഡി അവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ പാസ് ഓർ ഫെയിൽ നമുക്ക് തീരുമാനിക്കാം. അതുപോലെ പ്ലേ ടൈം കുറയുമ്പോൾ നമുക്ക് അതുപോലെ പാസ് ഓർ ഫെയിൽ തീരുമാനിക്കാം. അപ്പോൾ ഇതിൽ ഹോബീസ് എന്ന് പറയുന്ന ഫീച്ചറിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. അപ്പൊ ഈ ഫീച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് കളയാം. പിന്നീട് ഈ 2 ഫീച്ചറിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് നമ്മളൊരു ഫീച്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഫീച്ചർ സ്കെയിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഫീച്ചർ സ്കെയിലിംഗിൽ നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാല്യൂസ്, ഇപ്പൊ ചില വാല്യൂസിനെ നമുക്ക് 0 മുതൽ 0 ആയിരിക്കും ഏറ്റവും കുറഞ്ഞ വാല്യൂ, 255 ആയിരിക്കും ചിലപ്പോൾ ഏറ്റവും മാക്സിമം വാല്യൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മെഷീൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഈ ഒരു വാല്യൂ അറ്റൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ വാല്യൂ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം. ഈ വാല്യൂസിന്റെ പാറ്റേണിൽ ചേഞ്ച് വരാതെ ഈ വാല്യൂസിനെ നമുക്ക് സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 255നെ 250 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഹയസ്റ്റ് ലിമിറ്റ് എത്രയാവും, 1 ആവും അല്ലെ. അതുപോലെ 0 250 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 0 ആവും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 0 തൊട്ട് 1 വരെയുള്ള റേഞ്ചിലോട്ട് മാറ്റിയെടുക്കാം. അപ്പൊ ഈ രണ്ടാമത് കിട്ടിയ നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ റേഞ്ചും അതിനെ പ്രോസസ് ചെയ്യാൻ മെഷീൻ ലേണിംഗ് ആൽഗോരിതം കുറച്ചുകൂടെ എളുപ്പവുമായിരിക്കും. ഇനി ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡലിനെ ട്രെയിനിങ് ചെയ്യാം. അതിനു മുന്നേ ഇനി നമുക്ക് ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും ആയിട്ട് മാറ്റണം. അതിനെയാണ് നമ്മൾ XY സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. എന്താണ് XY സ്പ്ലിറ്റ് എന്ന് പറയുന്നത്? XY സ്പ്ലിറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആണ് ഇൻഡിപെൻഡന്റ്, എന്തൊക്കെയാണ് ഡിപ്പെൻഡന്റ് എന്ന് നമ്മൾ മാറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്റ്റഡി മാർക്കിന്റെ കാര്യം നമുക്ക് എടുക്കാം. മാർക്കാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. ഓക്കെ, മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം, സ്റ്റഡി അവേഴ്സ്, ഹെൽത്ത്, ഓക്കെ, ഹെൽത്ത് ഓഫ് ദ സ്റ്റുഡന്റ്, ഫിസിക്കലി ആക്റ്റീവ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇതില് നമുക്ക് എന്താണോ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് അത് മാർക്സ് ആണ്. ഇത് നമ്മുടെ Y ആണ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്, Y ആണ്. ബാക്കിയെല്ലാം X ആണ്. ഓക്കെ, ഈ X വെച്ചിട്ടാണ് നമ്മൾ Y-നെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ X-നെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും X-നെ നമ്മൾ എന്തെന്ന് പറയും, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും Y-നെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയും. ഓക്കെ, ഇത് X എന്നും Y എന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഈ X-ഉം Y-യും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രെയിനിങ്ങും ടെസ്റ്റിനുമുള്ള ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ മോഡൽ ട്രെയിനിങ് ആണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, മോഡൽ ട്രെയിനിങ് ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് X-നെയും Y-നെയും ട്രെയിനിങ് കുറച്ച് ഡേറ്റ, ഇപ്പൊ X എന്ന് പറയുന്നത് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വെക്കുക, ഇത്രയും ഡേറ്റ ഉണ്ടെന്ന് വെക്കുക. അതിനകത്ത് X-ഉം ഉണ്ട് Y-യും ഉണ്ട്. ഓക്കെ, X-ഉം ഉണ്ട്, നമുക്ക് Y-യും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് X-ഉം Y-യും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 70% ഡേറ്റ എടുത്തിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, 70% ഡേറ്റ ട്രെയിനിങ്ങിനും 30% ഡേറ്റ ടെസ്റ്റിങ്ങിനും
മാറ്റി വെക്കും. എന്തിനാ ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും ചെയ്യുന്നത്? ആദ്യം മോഡലിനെ ട്രെയിൻ ചെയ്യണം അല്ലെ. മോഡലിനെ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഫുള്ള് ഡേറ്റ കൊടുക്കത്തില്ല, കുറച്ച് ഡേറ്റയെ കൊടുക്കത്തുള്ളൂ. ആ 70% ഡേറ്റ വെച്ചിട്ട് മോഡൽ പഠിക്കും. നമ്മുടെ ഡേറ്റയെ കുറിച്ച് എന്താണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പഠിക്കും. എന്നിട്ട് ഇത് പഠിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 30% സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലാസ്റ്റത്തെ ഡേറ്റയിൽ ഇത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലി നമ്മൾ മോഡൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മോഡൽ ഇവാലുവേഷൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മോഡൽ നല്ലതാണോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ നമുക്ക് അക്യുറസി ഒക്കെ കിട്ടും. 90% അക്യുറസി ആണെങ്കിൽ വളരെ നല്ല മോഡലായിരിക്കും. ഇപ്പൊ 30% അക്യുറസി ഉള്ളുവെങ്കിൽ മോശം മോഡലായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ അക്യുറസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോഡലിനെ ഒന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാം. അതിന് വേണ്ടിയാണ് മോഡൽ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് കൂടെ ഇതിനകത്തുള്ളത്. അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയ മോഡലിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തി കുറച്ചുകൂടെ എങ്ങനെ എഫിഷ്യന്റ് ആക്കാം, എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിക്ക് പ്രവർത്തിക്കാനായിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കും. അപ്പൊ ഇത്രയാണ് മോഡൽ ഫൈൻ ട്യൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മോഡലിനെ ഡിപ്ലോയ് ചെയ്യാം. ഓക്കെ, മോഡലിനെ ഡിപ്ലോയ് ചെയ്യാം. മോഡൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡലിനെ വെബിലോട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ChatGPT ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ട് ലോഡ് ചെയ്ത് വേറെ യൂസേഴ്സിന് യൂസ് ചെയ്യുന്ന പാകത്തിന് ശരിയാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മോഡൽ ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെഷീൻ ലേണിംഗിന്റെ എൻഡ് ടു എൻഡ് എന്ന് പറയുന്ന എൻഡ് ടു എൻഡ് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നോക്കാനുള്ളത് പല തരത്തിലുള്ള മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ആണ്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്, നമ്മൾ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് നോക്കി അല്ലേ. ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗിൽ നമ്മൾ എന്താ പഠിച്ചത്, നമ്മൾ ഏതൊക്കെ ടൈപ്പാണ് പഠിച്ചത്, സൂപ്പർവൈസ്ഡ് പഠിച്ചു അല്ലെ. സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് അല്ലെ. ഇത്രയും തരത്തിലുള്ള പരിപാടിയാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ വേറെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സൂപ്പർവൈസ്ഡ്, സൂപ്പർവൈസ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഗ്രഷനും ചെയ്യാൻ പറ്റും. ഓക്കെ, റിഗ്രഷനും ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷനും ചെയ്യാൻ പറ്റും. ഓക്കെ, സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് എടുക്കുമ്പോഴത്തേക്കും സൂപ്പർവൈസ്ഡ് നമുക്ക് റിഗ്രഷനും ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും, അൺസൂപ്പർവൈസ്ഡിനകത്ത് നമുക്ക് ക്ലസ്റ്ററിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ആൽഗോരിതംസ് ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് റിഗ്രഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം റിഗ്രഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ലീനിയർ റിഗ്രഷൻ. ഓക്കെ, ലീനിയർ റിഗ്രഷനിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് 2 വേരിയബിൾ എടുക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഗോൾഡ് പ്രൈസും ഇയറും തന്നെ എടുക്കാം. ഗോൾഡ് പ്രൈസ് ഇയറും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇയർ കൂടുന്തോറും ഗോൾഡ് പ്രൈസ് കൂടും. അപ്പൊ ഇയറിനെ നമ്മൾ ഇവിടെ വയ്ക്കുകയും പ്രൈസ് ഇവിടെ. ഓക്കെ, പ്രൈസ് ഇവിടെ നമ്മൾ വെക്കുന്നു. ഈ ഗോൾഡ് പ്രൈസും ഇയറും നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗോൾഡ് പ്രൈസിന്റെ ഡേറ്റയെ പ്ലോട്ട് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഈ ഡേറ്റയെ പ്ലോട്ട് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഡേറ്റ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കങ്ങനെ ഈ ഡേറ്റ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഡേറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡേറ്റ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. നമുക്ക് പല രീതിക്കും ഡേറ്റ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഈ ഡേറ്റേനെ എന്ത് ചെയ്യും, ഒരു ഡേറ്റേനെ നമ്മൾ കൃത്യമായിട്ട് ഒരു ലൈനിൽ ഫിക്സ് ചെയ്യും. ഒരു ലൈനിൽ ഈ ഡേറ്റനെ ഫിക്സ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ നമുക്ക് ഇവിടെ എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന ഒരു ബ്ലൂ കളറാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കൊരു ലൈൻ ഉണ്ടാവും. ഈ ലൈൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലൈനിന്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ലൈനിൽ ഇതിനെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ലൈനാണെന്ന് വയ്ക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലീനിയർ റിഗ്രഷന്റെ പ്ലോട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈനിന് വെച്ചിട്ട് നമുക്ക് ഓരോ ഇയറിൽ, അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ഇയറിന്റെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇയറിന്റെ ഡേറ്റ ആണെങ്കിൽ ഈ ഒരു ഇയറിന്റെ ഡേറ്റ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ അത് ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
ഓക്കെ, ഇവിടെ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതാണ് നമ്മുടെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണ്ടിന്യൂസ് വാല്യൂസിനെയാണ്, വാല്യൂസിന്റെ പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ ആണോ? കണ്ടിന്യൂസ് വാല്യൂസിന്റെ പ്രഡിക്ഷൻ. അപ്പോൾ പ്രഡിക്ഷൻ ആണ് നമ്മൾ ഇവിടെ എന്തിനു ചെയ്യുന്നത്, ലീനിയർ റിഗ്രഷനിൽ ചെയ്യുന്ന പരിപാടി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ, അത് ലീനിയർ റിഗ്രഷൻ വെച്ച് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ അതുപോലെ ഈ ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ലീനിയർ റിഗ്രഷന്റെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഡേറ്റ പോയിന്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് അല്ല, നമുക്കൊരു യെസ് ഓർ നോ ടൈപ്പ് ഒരു ഡേറ്റ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. യെസ് ഓർ നോ ടൈപ്പ് ഡേറ്റ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ അങ്ങനത്തെ? ഫോർ എക്സാമ്പിൾ ഒബിസിറ്റി, അമിതവണ്ണം. ഓക്കെ, ഒബിസിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് എയ്തർ യെസ് അല്ലെങ്കിൽ നോ അല്ലെ, നോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെ, ഇതല്ലാതെ ഒരു പാരാമീറ്റർ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഡേറ്റ വരുന്നത് ഇങ്ങനെ ലീനിയർലി ആയിരിക്കില്ല വരുന്നത്, നമുക്ക് ഡേറ്റ വരുന്നത്. അപ്പൊ ഡേറ്റ ഒന്ന് നമുക്ക് മാറ്റാം. വെയിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഒബീസിറ്റി പ്രഡിക്റ്റ് ചെയ്യാം. ഒബീസിറ്റി ഒബീസ് ആണോ അല്ലേ എന്ന് പ്രഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നല്ലേ വരത്തുള്ളൂ. നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ ലൈൻ ഇവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോ കുറെ നോ ഡേറ്റ ഉണ്ടോ, വെയിറ്റ് കുറയുമ്പോൾ ഒബീസ് ആയിരിക്കോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നോ ആയിരിക്കും. ഓക്കെ, അതെല്ലാം നോ ആയിരിക്കും. വെയിറ്റ് കുറവായിരിക്കുമ്പോൾ എന്തായിരിക്കും, ഒബീസിറ്റി നോ ആയിരിക്കും. ഇതും നമുക്കിപ്പോ വേണ്ട. പെട്ടെന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, ഇവര് യെസ് ആയിരിക്കും, ഒബീസ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഒരു ബൈനറി വേരിയബിളിന്റെ ഡേറ്റ പ്ലോട്ട്, എസ് ഓർ നോ ടൈപ്പ് ക്ലാസിഫിക്കേഷന്റെ ഡേറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിനെയും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൈനിൽ ഫിക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ലൈനിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബൈനറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഇതിനെ ഈ ലൈനിൽ ഫിറ്റ് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രെഡിക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇത്രയും വെയിറ്റ് ഉള്ള ഒരാൾ ഒബീസ് ആയിരിക്കോ അല്ലേന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ അതിൽ വേറൊരു പരിപാടി എന്ന് പറയുന്നത്, നോ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ഇവിടെ 0 എന്നും, ഓക്കെ, നോ എന്ന് പറയുന്നത് എന്തായിട്ട് 0 ആയിട്ടും, 0 എന്ന് പറയുന്ന നമ്പറും, യെസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, യെസ് എന്ന് പറയുന്നത് 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. ക്ലിയർ ആണോ? നോ എന്ന് പറയുന്നത് 0 ആയിട്ടും യെസ് എന്ന് പറയുന്നത് 1 ആയിട്ടും ആയിരിക്കും എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇങ്ങോട്ട് കുറച്ച് നീക്കി വെക്കാം. അപ്പൊ യെസ് എന്ന് പറയുന്ന 1ഉം നോ എന്ന് പറയുന്നത് 0ഉം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു കളർ ലൈൻ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഓറഞ്ച് കളർ ലൈൻ എടുത്തിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ്. ഇവിടത്തെ ആളുടെ വെയിറ്റ് ഇത്ര വെയിറ്റ് ആണെങ്കിൽ ഒബീസ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുവാണ് നമ്മൾ. ഓക്കെ, ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് നോക്കും. ഇതപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 1നും 0ക്കും എക്സാക്ട് സെന്ററിലായിരിക്കും എന്ത് വരുന്നത്, 0.5 വരുന്നത് അല്ലെ. 0.5 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. അപ്പൊ 0.5നേക്കാളും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീസ് ആവാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരാള് ഒബീസ് ആണ്. 0.5നേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഒബീസ് ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇയാളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും ലീനിയർ റിഗ്രഷൻ വെച്ചിട്ട്. പക്ഷേ നമ്മുടെ ഈ ലീനിയർ റിഗ്രഷനകത്ത് ഒരു അഡീഷണൽ ഡേറ്റ വരുവാണ്. ഓക്കെ, ഒരു അഡീഷണൽ ഡേറ്റ വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ട് നീങ്ങിയ ഒരു ഡേറ്റ വന്നെന്ന് വെച്ചോ. ഇങ്ങനൊരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്രാഫൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂ, നമ്മുടെ ഈ ബെസ്റ്റ് ഫിറ്റ് ലൈനില്ലേ, നമ്മൾ ലീനിയർ റിഗ്രഷൻ ചെയ്യാൻ വേണ്ടി ചെയ്ത ലൈനില്ലേ, അതിന് ഒരു ഇഷ്യൂ വരും. ആ ലൈൻ ഒന്നുകൂടെ ഒന്ന് ചരിയും.
ഗ്രീൻ കളർ ആക്കുകയാണ്. ആ ലൈൻ പിന്നെ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും കേട്ടോ. ആ പുതിയ ലൈനോട് അടുത്തായിരിക്കും ഫിറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ സെയിം നേരത്തെ ഒബീസ് ആണെന്ന് കിട്ടിയ ആള് ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഈ ഓറഞ്ച് ലൈൻ തന്നെ നമ്മൾ വേറൊരു ഓറഞ്ച് ലൈൻ എടുക്കുക കേട്ടോ. നോക്കിക്കോ. ഓക്കെ, നേരത്തെ നമ്മൾ ഒബീസ് ആണെന്ന് പ്രഡിക്റ്റ് ചെയ്ത ആൾ ഇപ്പൊ എന്തായി, ഒബീസ് അല്ല എന്നുള്ള ഒരു ഡേറ്റയിലോട്ട്. കാരണം ഒരു ഡേറ്റ പോയിന്റ് മാറിയപ്പോ എന്ത് പറ്റി, ഈ ഒബീസ് ആണെന്നുള്ള ഒരാൾ ഒബീസ് അല്ല എന്നായി. അപ്പൊ ഈ ഒരു ഇഷ്യൂ ലീനിയർ റിഗ്രഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു ഇഷ്യൂ വരാൻ സാധ്യതയുള്ളത്, നമ്മൾ ഇവിടത്തെ ഒരാളുടെ ഡേറ്റ പോയിന്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടത്തെ ഒരാളുടെ ഡേറ്റ പോയിന്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, 1-നേക്കാൾ എബോവ് പോവും വാല്യൂ. ഓക്കെ, 1-നേക്കാൾ എബോവ് വാല്യൂ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്നതാ, 1.2 അല്ലെങ്കിൽ 1.5 എന്നുള്ളൊരു വാല്യൂ വരും. അപ്പൊ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ, ഒബീസ് ആണോ അല്ലേ, ഒബീസ് ആണ്, കുറച്ചുകൂടെ ഒബീസ് ആണ് എന്ന് പറയുന്ന ഡേറ്റ ലോജിക്കലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ബിയോണ്ട് അല്ലെങ്കിൽ 0ക്കും 1നും പുറമെയുള്ള വാല്യൂസ് കിട്ടാനുള്ള ചാൻസും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂവും കൂടെ ലീനിയർ റിഗ്രഷൻ വെച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ലീനിയർ റിഗ്രഷനെ ചെറുതായിട്ട് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ഇഷ്യൂസ്, ഈ രണ്ട് ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യാൻ. ഒന്ന്, 0ക്കും 1നും പുറമെയുള്ള വാല്യൂസ് കിട്ടുക. 2, എക്സ്ട്രീം വാല്യൂസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബെസ്റ്റ് ഫിറ്റ് ലൈനിന് ഭയങ്കര ഡീവിയേഷൻ വരികയും അതിലൂടെ തന്നെ വേറൊരു ഇഷ്യൂ വരുന്നത് പ്രഡിക്ഷനിലെ ഡിഫറൻസ് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. ആ മോഡിഫിക്കേഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത ലൈനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ഈ രണ്ടാമത്തെ ലൈൻ വേണ്ട, ഈ തെറ്റിപ്പോയ ഡേറ്റ പോയിന്റ് വേണ്ട. നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഡിക്ഷന്റെ ലൈൻ ഞാൻ കളയാണ്. ഓക്കെ, നമ്മളപ്പോൾ ഡേറ്റ പ്ലോട്ട് ചെയ്തു, എന്നിട്ട് നമ്മളൊരു ലൈൻ ആയിരുന്നല്ലോ, ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലൈനെ നമ്മൾ ഈ 1ന്റെ പോയിന്റ് വെച്ചിട്ട് അങ്ങ് ബെൻഡ് ചെയ്യും. ഓക്കെ, 1ന്റെ പോയിന്റ് വെച്ചിട്ട് അങ്ങ് ബെൻഡ് ചെയ്യും. അതുപോലെ താഴെയും എന്ത് ചെയ്യും, 0 അവിടെ വെച്ചിട്ട് അങ്ങ് ബെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്, നമുക്ക് 0ക്കും 1നും പുറമെയുള്ള വാല്യൂസ് ഒന്നും കിട്ടത്തില്ല, ഒന്നാമത്തെ കാര്യം. 2, ഇത് ഡേറ്റയെ പെർഫെക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. കണ്ടോ, ഇവിടെ എല്ലാം നോയും ഇവിടെ വരുമ്പോ യെസും ഒബീസ് ആണെന്നുള്ളതും കിട്ടും. അതുപോലെ ഇതിന് ഇടയ്ക്കുള്ള വാല്യൂസിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രോബബിലിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ ഈ ഒരു വാല്യൂ കിട്ടിയ ഒരാള് ഒബീസ് ആണോ അല്ലേ നോക്കാനാണെങ്കിൽ എനിക്കിതാ ഇവിടെ വരുമ്പോ ലൈൻ ഇന്റർസെക്ട് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഇയാള് ഇവിടെ ഒരു 0.75 കിട്ടുകയാണെങ്കിൽ, ഓക്കെ, 0.75 ആണ് ഇയാൾക്ക് കിട്ടിയതെങ്കിൽ ഇയാൾ ഒബീസ് ആവാൻ 0.75% ചാൻസ് ഉണ്ട്. അപ്പൊ ഒബീസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. 0.5ന് എബോവ് പോവുകയാണെങ്കിൽ നമുക്ക് ഒബീസ് ആയിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, ഇതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന ആൽഗോരിതം. അപ്പോൾ ലീനിയർ റിഗ്രഷന്റെ മോഡിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീനിയർ റിഗ്രഷന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്കൊരു ബോക്സിൽ ആക്കി വെക്കാം. നമുക്ക് ആ ബോക്സിനെ സോളിഡ് ആക്കി വെക്കാം. ഓക്കെ, നമുക്കൊരു ഹെഡിങ് കൂടെ കൊടുക്കാം. ഓക്കെ, ഇതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്ന ആൽഗോരിതം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇവിടെ എഴുതാം, ബൈനറി ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നേരത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, കണ്ടിന്യൂസ് വേരിയബിൾസിന്റെ പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോക്സിനകത്താക്കി സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇതെന്തായിരുന്നു, ലീനിയർ റിഗ്രഷൻ ആയിരുന്നു. ഓക്കെ, ഫൈൻ. ഇപ്പൊ വൃത്തിയായില്ലേ.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആൽഗോരിതത്തിലോട്ട് പോവാം. അടുത്ത നമുക്ക് ക്ലാസിഫിക്കേഷൻ ആൽഗോരിതം തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ ആൽഗോരിതത്തില് SVM അല്ലെങ്കിൽ സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന് പറയുന്ന ഒരു രീതിക്കുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് വരുന്നത്. അതിന് ഇതുപോലെ നമുക്കൊരു ഗ്രാഫ് എടുക്കാം. ഓക്കെ, ഗ്രാഫ് എടുക്കാം. നമുക്കിതൊന്നും വേണ്ട, ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കിത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, SVM എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് രണ്ട് ഡേറ്റ ടൈപ്പ്, രണ്ട് വെക്ടർ, ഇപ്പൊ ഫീച്ചർ 1 ഉം ഫീച്ചർ 2 എന്ന് വെക്കുക. രണ്ട് ഫീച്ചർ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, രണ്ട് ഫീച്ചർ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ യെസ് നോയൊക്കെ പോവാണ്. ഇതൊക്കെ ലോജിസ്റ്റിക് റിഗ്രഷന്റെ ഇതൊക്കെ എടുത്ത് നമുക്ക് മാറ്റാം. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള ഗ്രാഫ് ഉണ്ടെന്ന് വെക്കുക. രണ്ട് തരത്തിലുള്ള ഡേറ്റ ഉണ്ടെന്ന് വെക്കുക. എവിടെയൊക്കെയാണ് ഈ ഗ്രാഫിന്റെ രണ്ട് പ്ലെയിനിലായിട്ട് കുറച്ച് ഡേറ്റ പോയിന്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഡേറ്റയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയും കുറച്ച് ഡേറ്റയുണ്ട്. ഇനി ഈ ഡേറ്റയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോർഡർ കണ്ടെത്തണം. അതാണ് നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ഡേറ്റയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബോർഡർ കണ്ടെത്തണം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി, ഇപ്പൊ റെഡ് ഡോട്ട്സും ഉണ്ട്, ഗ്രീനും ഉണ്ട്. റെഡും ഗ്രീനും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ബോർഡർ വരയ്ക്കണം കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടൊരു ബോർഡർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഒരു സോഫ്റ്റ് മാർജിൻ വരയ്ക്കും. ഓക്കെ, ഒരു സോഫ്റ്റ് മാർജിൻ വരയ്ക്കും. ഇപ്പൊ ഗ്രീനിന് വേണ്ടിയിട്ട് സോഫ്റ്റ് മാർജിൻ വരയ്ക്കുന്നത് ഈ ഗ്രീൻ ഡേറ്റ പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടം വെച്ചിട്ട് ഒരു നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും, ഒരു സോഫ്റ്റ് മാർജിൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, അപ്പുറത്തെ സൈഡ് റെഡിന്റെ സൈഡിലും നമുക്ക് ഇതുപോലത്തെ ഒരു സോഫ്റ്റ് മാർജിൻ വരയ്ക്കാം. അതായത് റെഡിന്റെ അവസാനത്തെ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത്, അതായത് ബോർഡറിൽ കിടക്കുന്ന പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ലൈനും കൂടെ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ രണ്ട് ലൈനിനെയും നടുക്കായിട്ട്, ഈ രണ്ട് ലൈനിലും ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഹാർഡ് മാർജിൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് വെക്ടറിന്റെ കൃത്യമായിട്ടുള്ള ബോർഡർ. ഓക്കെ, ഈ ബ്ലൂ ലൈൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ബോർഡർ എന്ന് പറയുന്നത്, അതായത് ഹാർഡ് മാർജിൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെന്താണ്, ഹാർഡ് മാർജിൻ ആണ്. ഓക്കെ, ഇത് ഹാർഡ് മാർജിൻ ആണ്. ഇതെന്താണ്, സോഫ്റ്റ് മാർജിൻ ആണ്. എന്തിന്റെ സോഫ്റ്റ് മാർജിൻ ഇത്, ഗ്രീൻ കളർ ഡേറ്റ പോയിന്റ്സിന്റെ സോഫ്റ്റ് മാർജിൻ ആണ് ഇത്. അതുപോലെ തന്നെ റെഡ് കളറിന്റെ സോഫ്റ്റ് മാർജിൻ ആണ് ഈ സൈഡ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സോഫ്റ്റ് മാർജിൻസ് വരയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഡേറ്റ പോയിന്റ്സ് ഇല്ലേ, അതായത് ഈ ഒരാള്. ഓക്കെ, ഈ ഒരാൾ, ഈ രണ്ടുപേരെയും വെച്ചിട്ടല്ലേ നമ്മൾ ബോർഡർ വരച്ചേക്കുന്നേ. ഈ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ രണ്ട് ഡേറ്റ പോയിന്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സപ്പോർട്ട് വെക്ടർ. ഓക്കെ, ഈ രണ്ടുപേരെയും നമ്മൾ എന്തെന്ന് വിളിക്കും, സപ്പോർട്ട് വെക്ടർ എന്ന് വിളിക്കും. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സപ്പോർട്ട് വെക്ടർ. ഈ ഒരു രീതിയിൽ നമുക്ക് ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാം ബോർഡർ. ഇനി പുതിയൊരു ഡേറ്റ നമുക്ക് വരികയാണ്, ഓക്കെ, ഇതിലൊന്നും പെടാത്ത പുതിയൊരു ഡേറ്റ വരികയാണെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനെ ഒരു ഡേറ്റ വരികയാണെങ്കിൽ ആ ഡേറ്റ ഇവിടെയാണ് വരുന്നതെങ്കിൽ അത് ഇപ്പുറത്തെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇതിപ്പോ എ എന്നാണെങ്കിൽ എ എന്നുള്ള ക്ലാസിഫിക്കേഷനും ഇത് ബി എന്നാണെങ്കിൽ ബി, ഇവിടെ വരുന്ന ഒരു ഡേറ്റ പോയിന്റ് ബി എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനും ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലാസിഫൈ ചെയ്യാനായിട്ട്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലാസസിലോട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സപ്പോർട്ട് വെക്ടർ മെഷീൻ യൂസ് ചെയ്യാം. അപ്പൊ അതിന് നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം അല്ലെ, ബ്ലാക്ക് ഹാർഡ് മാർജിൻ സ്ക്വയർ എണ്ണം വരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഹെഡിങ് കൊടുക്കാം, സപ്പോർട്ട് വെക്ടർ
മെഷീൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആൽഗോരിതം. ഇത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഡിസിഷൻ ട്രീ എന്ന് പറയുന്ന ഒരു ആൽഗോരിതമാണ്. അപ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്ത ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡിസിഷൻ ട്രീ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ പോകണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണി ആണെങ്കിൽ, ക്ലൗഡി ആണെങ്കിൽ, റെയിനി ആണെങ്കിൽ. സണ്ണി ആണെങ്കിൽ, ഹ്യൂമിഡ് ആണെങ്കിൽ, ഹൈ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ റെയിനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കളിക്കാൻ പോകത്തില്ല. ഹ്യൂമിഡിറ്റി അല്ല, നോർമൽ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിക്കാനായിട്ട് പോകും. ഒരു ക്ലൗഡി ആണെങ്കിൽ നമുക്ക് കളിക്കാനായിട്ട് പോവാം. റെയിനി തന്നെ വിൻഡ്, നല്ല സ്ട്രോങ് വിൻഡ് ഉള്ള റെയിൻ ആണെങ്കിൽ നമ്മൾ കളിക്കാൻ പോകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ വീക്ക് ആയിട്ടുള്ള റെയിൻ ആണെങ്കിൽ നമുക്ക് കളിക്കാനായിട്ട് പോകും. ഇതിനെയാണ് നമ്മൾ ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്, ഒരു ആൽഗോരിതം. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൽഗോരിതത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്കൊരു ബോക്സ് വരയ്ക്കാം. ഇതാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസ് വെച്ചിട്ടുള്ള ഒരു ആൽഗോരിതം ആണ് എന്തെന്ന് പറയുന്നത് റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അധികം പറഞ്ഞത് ഞാൻ ചളവാക്കുന്നില്ല. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരുപാട് ഇതൊരു ഡിസിഷൻ ട്രീ ആണ്, ഇത് വേറെ ഡിസിഷൻ ട്രീ ആണ്, ഇത് വേറെ ഡിസിഷൻ ട്രീ ആണ്. അപ്പോൾ ഒരേ പ്രോബ്ലം തന്നെ നമുക്ക് പല രീതിക്കുള്ള ഡിസിഷൻ ട്രീ ഉണ്ടാക്കിയിട്ട് അവരെ എല്ലാം കമ്പൈൻ ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ തവണ മെജോറിറ്റി ടൈംസ് എന്ത് ഔട്ട്കം ആണോ വരുന്നത് അവരെ നമ്മൾ എന്തായിട്ട് എടുക്കും, ഫൈനലായിട്ട് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സ് ആണ് നമുക്ക് കിട്ടിയത്, രണ്ടാമത്തെ വൈ, പിന്നെ എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന കാറ്റഗറി ആയിരിക്കും നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്ക് നോക്കാം. അതിന്റെ പേര് കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്നാണ്. ഇപ്പൊ നമുക്ക് ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്. നമ്മളൊരു ഡേറ്റാ സെറ്റ് നോക്കുകയാണ്. നമുക്കൊരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ഈ ഡേറ്റാ സെറ്റ് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻകമും എക്സ്പെൻസ്. ഇൻകം എക്സ്പെൻസും വെച്ചിട്ട് നമുക്ക് കുറെ ആൾക്കാരുടെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലോട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും. അതുപോലെ ഇവിടെ കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും. അതുപോലെ ഇവിടെ ഉണ്ടാവും. ഇത്രയും ഡേറ്റ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ഡേറ്റ പോയിന്റ്സ് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, സിമിലാരിറ്റി വെച്ചിട്ട് ഇവര് 4 ക്ലസ്റ്റർ ആയിട്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം, മെഷീൻ നമുക്ക് ഇവരെ ക്ലസ്റ്റർ ആക്കി തരും. ഇത് ക്ലസ്റ്റർ 1 ആണ്, C1. അതുപോലെ തന്നെ ഇത് C2, ഇത് C3, ഇത് C4. അങ്ങനെ 4 ക്ലസ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ ക്ലസ്റ്ററിന്റെ പേരാണ് നമ്മൾ കെ വാല്യൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് കെ വാല്യൂ എന്ന് പറയുന്നത്? എന്താണ്, ക്ലസ്റ്ററിന്റെ പേരാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കെ മീൻസ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്ന ആൽഗോരിതം ഇതാണ്. ഇതൊരു അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൽഗോരിതംസ്. നമുക്ക് പഠിക്കാനുള്ള ആൽഗോരിതംസ് ഇത്രയൊക്കെയാണ്. ഇനി ഒരുപാട് ആൽഗോരിതംസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ബേസിക്കലി ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിയിരിക്കുക. ഇതിന്റെയൊക്കെ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അറിയണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ മെഷീൻ ലേണിംഗ് ട്യൂട്ടോറിയലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മെഷീൻ ലേണിങ്ങിൻ്റെ കൺസെപ്റ്റ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. ബേസിക്കായിട്ടുള്ളൊരു ഓവർവ്യൂ നിങ്ങൾക്ക് മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മെഷീൻ ലേണിംഗ് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയപരിധി മൂലം ഇപ്പോഴത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുന്നില്ല. ഇനി ഭാവിയിലുള്ള വീഡിയോയിൽ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനോടുള്ള നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഇതിനോടുള്ള ഹോംവർക്കും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.